സമാധാനവും സന്തോഷവും. നോമ്പുകാലം നോവുകളുടെ ഓർമ്മയാണ്. പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും വേണ്ടി തിരുസഭ മാതാവ് ഒരുക്കിയിരിക്കുന്ന 50 ദിനങ്ങൾ. അതിലെ അവസാനത്തെ ദിനങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വചനങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. 45-ാം അധ്യായം 2-3 വചനങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. കാറ്റും കോളും നിറഞ്ഞ ജീവിതമാകുന്ന ഈ നൗക തുഴഞ്ഞ് നീങ്ങുമ്പോൾ അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അടങ്ങുന്ന മാറാപ്പ് വലിച്ച് ഏങ്ങി വലിഞ്ഞ് കരയ്ക്കടുക്കുമ്പോൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന എന്നോടും നിന്നോടും പറയുന്ന വചനമാണിത്. നമുക്ക് മുൻപേ പോയി നമ്മുടെ വഴികൾ ഒരുക്കുന്ന ദൈവം. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തച്ചുടയ്ക്കുന്ന ദൈവം. മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന സ്നേഹത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ വചനം. അതെ, ആ സ്നേഹപിതാവ് വീണ്ടും ഏഷ്യ പ്രവാചകനിലൂടെ പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതെ, ഇത്രമാത്രം ഉറപ്പു നൽകുന്ന നല്ല പിതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് നാം. ഈ അവബോധം എന്നിലുണ്ടോ? ആ സ്നേഹപിതാവായ അപ്പൻ്റെ കരം എന്നെ മുറുകെ പിടിക്കുന്നു. എന്നാൽ ഞാൻ എത്രമാത്രം ആ കരങ്ങളിൽ മുറുകെ പിടിക്കുന്നു? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പി തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി നൽകി. യോഹന്നാൻ ശ്ലീഹായിലൂടെ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ചു തന്ന യേശു. അതെ സഹോദരങ്ങളെ, ഈശോ നമുക്കായി സ്വയം ബലിയർപ്പിച്ചതിൻ്റെ പരിശുദ്ധമായ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന നൗകയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. എല്ലാം ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കാം. അതെ, കുംസാരമാകുന്ന ആ പരിശുദ്ധ കുദാശയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കുംസാരക്കൂട്ടിൽ ഈശോ എന്നെയും നിന്നെയും നോക്കി കണ്ണു ചിമ്മാതെ ഇരിക്കുന്നുണ്ട്. കടന്നു ചെല്ലാം. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ് അപ്പമായി തീർന്നവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. കൊടുക്കാം നമ്മുടെ ഹൃദയം സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, പശ്ചാത്താപത്തോടെ. ദൈവം എപ്പോഴും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.